നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. തമിഴ്നാട്ടിൽ മന്ത്രിക്കെതിരെ ഗവർണറുടെ അസാധാരണ നടപടി. അഴിമതി കേസിൽ ED കസ്റ്റഡിയിലുള്ള മന്ത്രി സെന്തിൽ ബാലാജിയെ പുറത്താക്കി. വകുപ്പില്ല മന്ത്രിയാക്കുന്നത് ഭരണഘടനാ സ്തംഭനത്തിന് വഴിവെക്കുമെന്ന് ഗവർണറുടെ വിശദീകരണം. ഗവർണറുടെ മണിപ്പൂർ സന്ദർശനം വെട്ടിച്ചുരുക്കി രാഹുൽ ഗാന്ധി. പോലീസ് അനുമതിയില്ലാത്തതിനാൽ മൊയ്റാൻ സന്ദർശനം റദ്ദാക്കി. നാളത്തെ സന്ദർശനം അനിശ്ചിതത്വത്തിൽ. മണിപ്പൂരിൽ തന്നെ തടഞ്ഞത് ദൗർഭാഗ്യകരമെന്ന് രാഹുൽ. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന. തിങ്കളാഴ്ച കേന്ദ്രമന്ത്രിമാരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് സാധ്യത. പ്രതിപക്ഷ പാർട്ടികളുടെ രണ്ടാം യോഗം ബംഗളൂരുവിൽ. ഇറാനിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തെ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തൊഴിലാളികളെ മോചിപ്പിക്കാൻ കേന്ദ്രം ഇടപെടും. തടവിലാക്കപ്പെട്ടവർ ജയിലിൽ മർദ്ദനത്തിന് ഇരയാകുന്നുവെന്ന് ബന്ധുക്കൾ. എത്രയും പെട്ടെന്ന് മേലധികാരികളോട് പറഞ്ഞ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി 11 പേരും അവരെ കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഏകീകൃത സിവിൽ കോഡിനെതിരെ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയുടെ ശ്രമം വർഗീയ വിദ്വേഷം പടർത്താനെന്ന് MK സ്റ്റാലിൻ. ഏക സിവിൽ കോഡ് മൗലികാവകാശങ്ങളെ ഹനിക്കുന്നുവെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം.